സത്യത്തിൽ ഇപ്പൊ പുറത്തുനിന്ന് കൂടുതൽ സാധനം ഒന്നും വാങ്ങാൻ ഉണ്ടാവില്ല. ഇതിപ്പോ ശരിക്കും കാടിന്റെ നടുവിലാണ്. അതാണ് നടുമുറ്റം തന്നെ പേര്. ആനകള് കാവല് നിക്കണം എന്തായാലും. വേണം. കാണാപ്പുറത്തിന്റെ നല്ലവരായ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ പനമരം നീർവാരം എന്ന സ്ഥലത്താണ്. തികച്ചും കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നടുവിൽമുറ്റം എന്ന തറവാടിന്റെ വിശേഷങ്ങളിലേക്കാണ് കാണാപ്പുറം എന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഇവിടുന്ന് വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കറണ്ടിന്റെ വേലിയാണ്. ഈ വനത്തിനുള്ളിലാണ് 2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മളെ നടുവിൽമുറ്റം തറവാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാണാം നമുക്ക് ആ തറവാടും തറവാടിലെ വിശേഷങ്ങളും. കാണാപ്പുറത്തിന്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് വയനാട് ജില്ലയിലെ പനമരത്ത് നിന്നുമാണ്. ഇവിടെ നിന്നും ബീനാച്ചി റോഡിൽ ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പുഞ്ചവയലിലെത്താം. ഈ റോഡിന്റെ ഇരുവശത്തും നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പുഴയുടെ ഓരം ചേർന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുളം കൂട്ടങ്ങളും എന്തൊരു ഭംഗിയാണ് കാണാൻ. പുഞ്ചവയലിൽ എത്തിയാൽ ഇടത്തോട്ട് കാണുന്ന പാക്കം റോഡിലൂടെ സുമാർ 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നീർവാരത്ത് എത്തും. ഇവിടുത്തെ പുഴയുടെ പാലം കടന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചെറിയ റോഡിലൂടെ വേണം ഇനി യാത്ര ചെയ്യാൻ. മെയിൻ റോഡിൽ നിന്നും 2 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാൽ റോഡിൽ വലിയ ഇലക്ട്രിക് വേലി കാണാം. അവിടെ പകൽ സമയത്ത് തുറന്നുവെച്ച ഇരുമ്പ് ഗേറ്റിലൂടെ കടന്നാൽ പിന്നീട് കൊടും കാടാണ്. ആന, പുലി, കടുവ എന്നീ വന്യമൃഗങ്ങൾ യഥേഷ്ടമുള്ള കാടാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെയും കാണാം. ഈ വനത്തിനുള്ളിലെ മൺപാതയിലൂടെയുള്ള യാത്ര സത്യം പറഞ്ഞാൽ അല്പം അപകടം പിടിച്ചതാണ് കേട്ടോ. നടുവിൽ മുറ്റം തറവാട്. കൂട്ടുകുടുംബം ജീവിത രീതി ആയിരുന്നു എങ്കിലും ഇപ്പോൾ ഈ തറവാട്ടിൽ 2 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എന്നാൽ കല്യാണമോ ഏതൊരു കുടുംബത്തിലെയും എന്തൊരു വിശേഷപ്പെട്ട ചടങ്ങായാലും അത് ഈ തറവാട്ടിൽ വെച്ചാണ് നടത്തുക. കേരളീയരുടെ കാർഷിക ഉത്സവമായ വിഷു കൂടാതെ വിത്തെറിയൽ, ഞാറുനടിയിൽ, കൊയ്ത്ത് അങ്ങനെ എല്ലാം തന്നെ തറവാട്ടിലെ ഏറ്റവും പ്രായം ചെന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഒത്തുകൂടിയാണ് ഇവർ നടത്തുന്നത്. ഒരാളെ പോലും ഈ കൃഷിക്ക് വേണ്ടി ഇവർ പുറത്തുനിന്നും ആശ്രയിക്കുന്നില്ല എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. വീടിനകത്ത് തന്നെ ഒരു പൂജാമുറിയും വിശേഷപ്പെട്ട ആചാരങ്ങളും ഇവർ നിലനിർത്തി പോരുന്നു. തറവാടിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൽ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്ന ഉത്സവത്തിന് തറവാട്ടംഗങ്ങളെ കൂടാതെ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ തറവാട്ടിലെ കൊയ്ത്തെടുത്ത് നെല്ല് കുത്തിയ അരിയും ഇവർ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുമാണ് ഉപയോഗിക്കുന്നത്. ഈ ദിവസം ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി വലിയ ചെമ്പ് പാത്രങ്ങളും ഇതിനായി മാത്രം വലിയ അടുപ്പുകൾ ഉള്ള ഒരു അടുക്കളയും ഉണ്ട്.
കാരണവന്മാർ വിശേഷപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന നടുത്തളവും മറ്റ് ആചാരങ്ങൾ നടത്തുന്ന മുറികളും ഇന്നും ചാണകം മെഴുകി നിലനിർത്തണമെന്നതും ഇവരുടെ ആചാരങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ഈ കാണുന്ന കാട്ടുചെടി മൂപ്പെത്തിയ ശേഷം പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കി ഇതുപോലെ ഭംഗിയുള്ള ചൂലുകൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് തറവാട്ടിലെ വിശാലമായ മുറ്റം മുഴുവൻ വൃത്തിയാക്കുന്നത്. തറവാട്ടിൽ പെൺകുട്ടികൾ മാസമുറ ആയാൽ ഇന്നും അവർക്ക് കിടക്കാനായി തറവാടിനോട് തൊട്ട് ഒരു കുഞ്ഞു മുറിയുണ്ട്. 6 ദിവസം ഇവർക്ക് തറവാട്ടിലെ മറ്റു മുറികളിൽ ഒന്നും പ്രവേശിക്കാൻ അനുവാദവുമില്ല. സമയം വൈകുന്നേരമായിട്ടും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിട്ടും തറവാട് കാരണവരായ രാമേട്ടൻ പാടത്ത് ജോലിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് അദ്ദേഹത്തെ പാടത്ത് പോയി കാണാം. അപ്പൊ ഇതാണ് നമ്മളെ നടുവിൽ മുറ്റത്തെ വീട്ടിലുള്ള ഇപ്പോഴത്തെ കാരണവര്. പേര് രാമൻ. ഈ കൃഷി തന്നെയാണല്ലേ നിങ്ങൾക്ക് മെയിൻ ആയിട്ട്? കൃഷി തന്നെ. കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ. നെല്ല്, വാഴ, ഇഞ്ചി, ഈ ചേനകള്, കപ്പകൾ, ഇങ്ങനെ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് കൂടുതൽ സാധനം ഒന്നും വാങ്ങാൻ ഉണ്ടാവില്ല. വാങ്ങലെന്ന് വെച്ചാൽ അത്യാവശ്യം ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ, ഉള്ളി, പഞ്ചസാര, അങ്ങനെ കുറച്ച് സാധനങ്ങളല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ ഏകദേശം മുളക്, അത് ഇത് കറിക്കുള്ള പച്ചക്കറികൾ 90% സാധനങ്ങൾ ഇവിടുന്ന് തന്നെയാ ഉണ്ടാവും. അപ്പൊ ഞാൻ കേട്ടത് നിങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും ആയുസ് ലേശം കൂടുതലാണ് എന്നാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് നിങ്ങൾ ഈ വളമൊന്നും ഇടാത്ത ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ അങ്ങനെ ഇപ്പോഴൊക്കെ 100 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവളുടെ ഉണ്ട്. എന്റെ അടിയിലല്ല ഈ കാരണന്മാരൊക്കെ 100ന്റെ മുകളില് മരിച്ചു പോയ ആൾക്കാർ. ആ ഭാഷ തന്നെ ഞങ്ങളിപ്പോ തുടരുമൊന്നുമില്ല. എനിക്ക് 73 ആയി. 73 വയസ്സില് ഇപ്പോഴും രാവിലെ ഇറങ്ങിയിട്ട് ജോലി ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങൾ പണ്ടത്തെ ഈ കാലാവസ്ഥ രീതി തന്നെയാ ചെയ്യുന്നത്? അതന്നെ. ഞങ്ങൾ ഈ ഒരു കൃഷിയും പഴയ കാരണന്മാര് പഠിപ്പിച്ച് ചെയ്തു വന്ന അതേ രീതിയിൽ തന്നെയാണ് ഇന്നും ചെയ്തു വരുന്നത്. കാർഷിക ഉത്സവങ്ങളെല്ലാം നിങ്ങൾ നടത്തുന്നത്? എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ട്. അതെ, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അതെ, അതൊന്നും മുടങ്ങി കളിയുടെ പരിപാടിയില്ല. ഇല്ല, അത് ആ പാരമ്പര്യ രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ശരിക്കും കുറിച്ചന്മാരല്ലേ ആ ഒരു തറവാടിന്റെ ഇതിൽ തന്നെ വരുന്നല്ലേ? നമ്മളെ വീടിന് ഇപ്പൊ എത്ര വർഷം പഴക്കമുണ്ടാവും ഇവിടെ? വീടൊക്കെ നമ്മളെ കാരണന്മാരുടെ സ്ഥിതി നമ്മളെ അറിവ് വെച്ച് നോക്കുമ്പോ ഒരു 500 വർഷത്തിന്റെ അപ്പുറം അത്രയും തലമുറ കാരണന്മാര് ഇവിടെ ഉണ്ടായിരുന്നു. വീടിപ്പോ ലേശം ഒന്ന് പുതുക്കി പണിത് അതൊക്കെ പിന്നെ നമ്മള് ചെയ്തു വരുന്നത്. പുല്ലാണ്, ഫുള്ളായിട്ട് പുല്ല് പരിയ. അതിപ്പോ ചുരുങ്ങിയ കാലഘട്ടത്തിൽ കൊണ്ടാണ് ഈ വാർപ്പ് കൂടൊക്കെ മാറ്റി ചെയ്തു വന്നത്. അല്ലെങ്കിൽ ആദ്യമൊക്കെ അത് തന്നെയാണുള്ളത്. കുടങ്ങളെ പാരമ്പര്യ രീതിയിലുള്ള ഇത് പാരമ്പര്യമായിട്ട് കണ്ട പണ്ട് ഈർക്കിലൊക്കെ കണ്ടിട്ട് വർഷങ്ങൾ പഴക്കമുള്ള അതന്നെ. ഇതൊക്കെ നമ്മളൊക്കെ ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഈ കൈതിന്റെ ഓല കൊണ്ട് പിന്നെ അത് വെട്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് കൈതോല കണ്ടേ, കൈതോല പായിന്നൊക്കെ പാട്ടുണ്ടല്ലേ, അതുപോലെ ചെയ്തു വരുന്നൊരു പരിപാടി. ഇതിപ്പോ ഈ പണി കൂടുതലാണ് അതിന്. ഇപ്പൊ എളുപ്പമുള്ള പണികൾ അത് ചെയ്യുന്ന മാത്രം. ഇതിന്റെ പ്ലാനൊക്കെ പണ്ടത്തെ. ഈ വയലില് മൊത്തത്തിലേക്കുള്ള ഞാറാണിത്. കണ്ട് കുറച്ച് ഇവിടെ ഒരു കണ്ട് അവിടെ കുറച്ച് ഇത് ഇത്രയെങ്കിലും. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് മുഴുവൻ ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ്, അങ്ങോട്ട് ഫോറസ്റ്റ്, ചുറ്റും ഫോറസ്റ്റ്. ഇതാ ഉള്ളിൽ ഒരു വഴിയില്ല ഫോറസ്റ്റ് അല്ലാണ്ട് വരിക. ശരിക്കും കാടിന്റെ നടുവിലാണ്. അതാണ് നടുൽമുറ്റം തന്നെ പേര്. കാടിന്റെ എത്രയോ വർഷങ്ങൾ മുമ്പ് കൈന്റെ ഉള്ളിലാണിത്. അതാണ് അങ്ങനെ ഒരു പേര് വന്നത്. കാടിന്റെ നടുവിലുള്ള ഒരു മുറ്റം, അതാണ് നടുവിൽ മുറ്റം എന്നുള്ള പേര് വന്നല്ലേ? വന്യമൃഗങ്ങളെ ശല്യം ഉണ്ടാവാറുണ്ട്? ശല്യങ്ങൾ തന്നെ. മൃഗത്തിന് കൊണ്ട് പല മൃഗം, ആന, കാട്ടി. ആന ഇപ്പൊ ഇന്നലെയും വന്നു എന്ന് പറഞ്ഞു. ആരിതാ വൈകുന്നേരം രാത്രിയായി ഇവിടെ നിങ്ങൾക്ക് അനുഭവം കാണാം. ഇത് മുള പൊട്ടിക്കല്, മരം പൊട്ടിക്കല്, ഇറങ്ങാൻ വേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് പടക്കം പൊട്ടിച്ച് അത് ഒരാൾ കുറച്ച് മുമ്പിലൊന്ന് ഇറങ്ങി, പിന്നെ കുറെ കഴിയുമ്പോൾ മറ്റോന്ന് ഇറങ്ങി. അങ്ങനെ ഒരു ഇട അവർക്ക് ഇറങ്ങാൻ വിടാണ്ട്
അങ്ങനെ നോട്ടം ഉണ്ടാവും നമ്മള്. ഇത് ചെയ്യുന്ന ഇപ്പൊ നിങ്ങള് വീട്ടുകാർ തന്നെയാണ് മാത്രം ജോലിക്ക് പുറത്താരെയും വിളിക്കാറൊന്നുമില്ല? അതൊന്നുമില്ല, നമ്മളത് പൊന്നിച്ചതാ. ഇന്നലെ 10-20 ചക്കമ്പിള്ളേർ വന്ന് പരമ്പൊക്കെ തറച്ച് ക്ലിയറാക്കി നമ്മളെ കുടുംബത്തിലുള്ള അതന്നെ. പിന്നെ അവരിനി വന്ന് പൂട്ടി ഇതൊക്കെ ആക്കി അതൊക്കെ ഒന്ന് പരമ്പൊക്കെ പൊതിഞ്ഞ് വൃത്തിയാക്കി പിന്നെ പെണ്ണുങ്ങളൊക്കെ വന്ന് നമ്മളൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ പോയിക്കോട്ടെ. കുടുംബം എല്ലാരും ഒത്തുകൂടുവോ? ഒത്തുകൂടാണ്. വിഷു ഓണം ഇങ്ങനെയുള്ളതൊക്കെ ഒന്നിച്ച കല്യാണങ്ങൾ അതൊക്കെ ഈ തറവാട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഇത് ഒറ്റ വീടാണ്. വീടെല്ലാരും മാറി 2 കുടുംബം അപ്പൊ ഇവിടെ താമസിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്നാലും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എല്ലാരും വയനാട് ജില്ലയില് ഭൂരിഭാഗം ആൾക്കാരും കൃഷിയൊക്കെ ഒഴിവാക്കി ബിസിനസ്സിലും വേറെ ഓരോന്നിലും തിരിഞ്ഞപ്പം ഇവര് ഇപ്പോഴും ഈ 20 ഏക്കർ സ്ഥലവും കൃഷിയായിട്ട് തന്നെ, കൃഷിഭൂമിയായിട്ട് ഇവര് തന്നെ സ്വന്തം ജോലി ചെയ്തിട്ട് ആ ആരോഗ്യമാണ് ഇവിടുത്തെ ഇവരെ കൃഷി ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു ആരോഗ്യമാണ്. 73 വയസ്സായിട്ടും രാമേട്ടൻ അല്ലേ? രാമേട്ടൻ ഇങ്ങനെ തന്നെ പുഞ്ചിരിയോട് കൂടി നല്ല ഉഷാറിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഏറുമാടൊക്കെ മൃഗങ്ങളെ ശല്യം വിളവാകുന്ന അതിരുകൊണ്ട് ഉണ്ടാക്കുന്നില്ല. അത് നിലത്തൊന്നും കിടക്കാൻ പറ്റില്ല. ഇത് ആനകള് കാവല് നിക്കണം എന്തായാലും. വേണം കാവല് വേണം. അപ്പൊ ആ ഏറുമാടത്ത് കേറിയിട്ട് രാത്രി കിടക്കും അല്ലേ? അതന്നെ. അപ്പൊ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കിട്ട് പടകം പൊട്ടിക്കോ? വച്ചാവുമ്പോഴേക്ക് പോവും. അങ്ങനെയാണ് ഞങ്ങള് മുറുകെ ഒന്നിച്ചു എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഒരു നടുവിൽ എന്ന് പറഞ്ഞില്ലേ, ചുറ്റും വേലിയായി. അല്ല, കാട് എന്നല്ല, ചുറ്റും പോർഷനെ ചുറ്റും വേലിയായി. അപ്പൊ ഞങ്ങളും മുറുകെ ഇപ്പൊ ഇതിന്റെ നടുവിലാണ് ഉള്ളത്. കണ്ടു, ഞങ്ങൾക്ക് ഒരു വേലിയായിട്ട് സർക്കാർ ചെയ്തു തന്നിട്ടില്ല. ശരിയാ, കാടിന്റെ പുറത്തൂടെ വേലി. കാരണം നിങ്ങളെപ്പാട് കണ്ടില്ല വേലി ഗേറ്റ്. അതൊന്നും ആന ഒരിക്കലും പൊളിക്കാൻ പറ്റാത്ത ഉള്ളില് വേലിയില്ല. അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൗണിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ വന്നാൽ ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. കാടിന്റെ 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഒരു 20 ഏക്കർ സ്ഥലവും ഒരു വീടും, ഒരു തറവാട് വീടും. അവര് പാരമ്പര്യമായിട്ട് തുടർന്നു വരുന്ന കൃഷി മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടികളും ഇല്ല. ആ കൃഷിയും പുറത്തുള്ള ആരെയും വിളിക്കാതെ അവരും അവരെ മക്കളും മക്കളെ മക്കളും കുടുംബമായിട്ട് ഒരുമിച്ച് ഒരു ആഘോഷം പോലെ ഓരോ വർഷവും ഓരോ കാർഷിക ഉത്സവങ്ങളും അങ്ങനെ ഒരു ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടുന്നുണ്ട്. അപ്പൊ വയലില് കൃഷി ചെയ്യുന്ന സമയത്തും നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും പിന്നെ രാത്രി മൃഗങ്ങളൊക്കെ വരുമ്പം കാവലിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡിലാണ് ഇത്. നമ്മളെ ചന്ദ്രശേഖരേട്ടനാണ്. ഇവരും ഈ നടുവിൽമുറ്റം തറവാട്ടിലുള്ള ഒരു കാരണവരെ മോനാണ് അല്ലേ? നല്ല നാടൻ ചക്കരക്കാപ്പിയും രാസവളമിടാത്ത നേന്ത്രപ്പഴവും കഴിക്കാൻ തന്ന ശേഷം ഉത്സവത്തിന് എന്തായാലും വരണമെന്ന സ്നേഹത്തോടെയുള്ള യാത്രയയപ്പ് പുറത്തുനിന്നും വരുന്നവരോട് ഈ കുടുംബത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ പുതുമയുള്ള വിഷയവുമായി കാണാപ്പുറം ഇനിയും നിങ്ങളിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും ബൈ.